നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് HTML ടാബിൾസ് ആണ്. നമുക്കൊരു HTML ഉപയോഗിച്ച് അങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിതിന് ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് ടേബിൾ ടാഗാണ്. സോ ഞാനിവിടെ ടേബിൾ എന്ന് എഴുതി ഇതുപോലെ നമുക്ക് ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് ഇതിനുള്ളിലായിരിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലായിരിക്കണം. പിന്നെ നമുക്ക് ടേബിളിനുണ്ടായിരിക്കുന്നത് ഓരോ റോസ് ആയിരിക്കും, ഓരോ വരികളായിരിക്കും. സോ നമുക്ക് ആദ്യത്തെ വരി നമുക്ക് ഹെഡിങ് ആയിരിക്കും. സോ നമുക്ക് ആദ്യത്തെ വരി കൊടുക്കാം. സോ നമ്മുടെ ഓരോ വരിയും എഴുതുന്നത് നമ്മൾ TR ടാഗിലായിരിക്കും. സോ TR ടാഗിൽ നമുക്ക് മുകളിൽ വരുന്നത് ഹെഡിങ് ആയിരിക്കും. നമ്മുടെ ടേബിളിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന വരി എന്ന് പറയുന്നത്, റോ എന്ന് പറയുന്നത് ഹെഡിങ് ആയിരിക്കും. ഈ ആദ്യത്തെ നമ്മുടെ ഹെഡിങ് ആയി കൊടുക്കുന്നതിന് നമ്മളിവിടെ TH ടാഗ് എന്ന് പറയുന്ന TH എലമെൻറ്റ് കൊടുക്കുന്നു. സോ TH എലമെൻറ്റിൽ നമ്മളിവിടെ ചെറിയൊരു സ്റ്റോക്ക് റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ആദ്യമായി സീരിയൽ നമ്പർ, അതിനുശേഷം നമുക്ക് വരുന്നത് ഐറ്റം നെയിം, അതിനുശേഷം യൂണിറ്റ്, അതിനുശേഷം നമുക്ക് ക്വാണ്ടിറ്റി. സോ ഇതാണ് നമ്മുടെ ഒരു ചെറിയ ടേബിൾ. സീരിയൽ നമ്പർ, ഐറ്റം നെയിം, ഐറ്റത്തിൻ്റെ യൂണിറ്റ്, ഐറ്റം ക്വാണ്ടിറ്റി, ചെറിയൊരു സ്റ്റോക്ക് റിപ്പോർട്ട്. സോ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കും. സോ നമ്മൾ ഇനി ആദ്യമായി ഈ ടേബിളിൻ്റെ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കാം. സോ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊന്ന് നമ്മുടെ ഈ വിൻഡോയുടെ വിഡ്ത്തിന് അതേ രൂപത്തിലാക്കാം. സോ ഞാനിവിടെ ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി കൊടുക്കുന്നു. നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നു. വിഡ്ത്ത് നമുക്ക് ഒരു 100% കൊടുക്കാം. 100% എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോയുടെ ആ ഒരു വിഡ്ത്തിൻ്റെ അതിനനുസരിച്ച് നിൽക്കും. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം. ഞാൻ വിൻഡോ മാക്സിമൈസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിഡ്ത്ത് എനിക്ക് ലഭിക്കും. നമ്മൾ ആദ്യമായി വിഡ്ത്ത് 100% കൊടുക്കുന്നു. സോ അതിനുശേഷം നമുക്കിതിന് താഴെയുള്ള ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ്, ഡാറ്റാസ് കൊടുക്കാം. സോ ഞാൻ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. അടുത്ത റോ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ആണ് എൻ്റർ ചെയ്യുന്നത്. സോ ഞാനിവിടെ നമ്മൾ ഹെഡിങ്, ഇനി ഓരോ ഡാറ്റയും കൊടുക്കുന്നത് നമ്മൾ TD എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്. സോ ഡാറ്റ കൊടുക്കേണ്ടത് നമ്മൾ TD ആണ്, ഹെഡിങ് കൊടുക്കേണ്ടത് നമ്മൾ TH എലമെൻറ്റിലാണ്. സോ ഞാനെല്ലാം TD ആക്കുന്നു. സോ TD ആക്കിയതിന് ശേഷം ആദ്യത്തെ സീരിയൽ നമ്പർ 1, ഐറ്റം ഞാനൊരു സ്റ്റേഷനറി ഐറ്റംസ് ആണ് എൻ്റർ ചെയ്യുന്നത്. സോ ഞാനിവിടെ നോട്ട്ബുക്ക്, യൂണിറ്റ് നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്നു, പീസ് അല്ലെങ്കിൽ നമ്പേഴ്സ്, ക്വാണ്ടിറ്റി ഞാനൊരു 10 നമ്പേഴ്സ് കൊടുക്കുന്നു. സോ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ, സോ നമ്മുടെ ഹെഡിങ് ആയി, നമ്മുടെ ആദ്യത്തെ ഡാറ്റയായി. ഇനി നമ്മൾ 2 ഐറ്റം കൂടി കൊടുക്കാം. സെക്കൻഡ് ഞാൻ ബോൾ പെൻ കൊടുക്കുന്നു. ബോൾ പെൻ നമ്പേഴ്സ് അതൊരു 15 നമ്പർ കൊടുക്കുന്നു. മൂന്നാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് 3 ഞാൻ പെൻസിൽസ് കൊടുക്കുന്നു. പെൻസിൽസ്, സോ നമ്പേഴ്സ് ഞാനൊരു 25 കൊടുക്കുന്നു. സോ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഡീറ്റെയിൽസ് കിട്ടും. സോ ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്തൊരു ഡീറ്റെയിൽസ് കിട്ടും. സോ നമുക്ക് ഇനി ഇതിന് ഒരു ബോർഡർ കൊടുക്കാം. സോ ബോർഡർ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാനിവിടെ വിഡ്ത്ത് കൊടുത്തതിന് താഴെ വന്ന ശേഷം നമ്മളിതേ ടാഗിനുള്ളിൽ തന്നെ എഴുതണം. ഞാൻ ബോർഡർ ഞാൻ 1 കൊടുക്കുന്നു. 1 കൊടുത്ത് നമുക്ക് സേവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇതുപോലെയുള്ളൊരു ബോർഡർ ലഭിക്കും. സോ ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയൊരു ബോർഡർ ലഭിക്കും. സോ ഞാൻ 5 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ബോർഡർ ആയിരിക്കും ലഭിക്കും. സോ നമുക്ക് 1 മതി. സോ ഞാൻ 1 കൊടുക്കുന്നു. സോ ഞാൻ ഇപ്പോൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് സ്റ്റൈലിഷ് ആക്കുന്നതിന് നമുക്ക് ഈ കുറച്ച് CSS കുറച്ച് സ്റ്റൈൽ നമുക്ക് കൊടുക്കാം. സോ ഞാനിവിടെ CSS ഫയലിൽ പോകുന്നു. സോ നമ്മളിതിന് മുമ്പ് ചെയ്തിരുന്നു CSS എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന്. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ടേബിളാണ്. സോ നമ്മൾ ടേബിൾ കൊടുത്തതിന് ശേഷം ഇതുപോലെ കർലി ബ്രാക്കറ്റ് കൊടുക്കുക. ബോർഡർ നമ്മൾ 1 പിക്സൽ സോളിഡ് കളർ നമ്മൾ റെഡ് കൊടുക്കുന്നു. സോ റൺ ചെയ്ത് നോക്കിയാൽ നമുക്കിതുപോലെ റെഡ് ലഭിക്കും, റെഡ് കളർ ബോർഡർ ലഭിക്കും. ഇനി നമുക്ക് ഈ ബോർഡറിന് ഇടയിലുള്ള ഒരു ഗ്യാപ്പ് മാറ്റാം. സോ അതിന് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബോർഡർ കൊളാപ്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ബോർഡർ കൊളാപ്സ്, അത് നമ്മൾ കൊളാപ്സ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയിലുള്ള ആ ഒരു ഭാഗം നമുക്ക് പോകുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഹെഡിങ് ഓൾറെഡി ഇപ്പോൾ സെൻട്രലിലാണ്. സോ നമുക്ക് ഹെഡിങ്ങും ബാക്കി ഈ താഴെയുള്ള ഡാറ്റയും നമുക്ക് സെൻട്രലിലോട്ട് കൊണ്ടുവരണം. സെൻട്രൽ ഭാഗത്തോട്ട് അലൈൻ ചെയ്യണമെന്ന് നോക്കുക. സോ ഞാനിവിടെ TH, TD, ടെക്സ്റ്റ് അലൈൻ കൊടുത്തതിന് ശേഷം സെൻറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലുള്ള ലെഫ്റ്റ്, റൈറ്റ്, ജസ്റ്റിഫൈ, ഇൻഹെറിറ്റ്, ഇനീഷ്യൽ ഏതും കൊടുക്കാം. സെൻറ്റർ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഡാറ്റയെല്ലാം ടേബിളിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ടായി മാറുന്നു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പാഡിംഗ് ആണ്. സോ പാഡിംഗ് എന്ന് പറയുന്നത് ഈ മുകളിൽ നിന്നും താഴെ നിന്നും നമ്മുടെ മുകളിലെ ബോർഡറിൽ നിന്നും താഴത്തെ ബോർഡറിൽ നിന്നും നമ്മുടെ
ടെക്സ്റ്റ് എത്ര ദൂരം നിൽക്കണം എന്നുള്ളതാണ്. സോ ഞാനത് ടേബിൾ ഹെഡിങ്ങിനും അതുപോലെ ടേബിൾ ഡാറ്റയ്ക്കും കൊടുക്കുന്നു. സോ ഞാനിവിടെ പാഡിങ് നമുക്ക് ഒരു 10 പിക്സൽ കൊടുക്കാം. 10 പിക്സൽ കൊടുത്ത് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കുറച്ച് ദൂരം മുകളിലെ ബോർഡറിൽ നിന്നും താഴെ ബോർഡറിൽ നിന്നും നമുക്ക് ലഭിച്ചു. ഇതിനെയാണ് നമ്മൾ പാഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ നമ്മളൊരു ബേസിക് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾ ജസ്റ്റ് കുറച്ച് സ്റ്റൈൽസുകൾ നമ്മൾ അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ ഇത്തരത്തിൽ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ടേബിളിൻ്റെ കുറച്ച് വേരിയേഷൻസും കൂടി നമുക്ക് പഠിക്കാം. ഇനി ഇതുപോലെ നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഈ ഒരു റോസി ബ്രൗൺ എന്ന് പറയുന്ന കളർ കൊടുക്കാം. എങ്ങനെ ഉണ്ടാകുമെന്നറിയില്ല, നോക്കാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് THന് മാത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ ഞാനിവിടെ TH എന്ന് എഴുതിയ ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ. സോ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിവിടെ ഈ സീ ഗ്രീൻ കൊടുക്കുന്നു. ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ്ങിന് മാത്രം വേറൊരു സ്റ്റൈൽ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ടെക്സ്റ്റ് കളർ, അതുപോലെ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. കളർ നമ്മൾ വൈറ്റ് കൊടുക്കുന്നു. വൈറ്റ് കോഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഹെഡിങ്ങിൻ്റെ ടെക്സ്റ്റ് കളർ നമുക്ക് വൈറ്റായി ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഓരോ സ്റ്റൈലും കൊടുക്കാവുന്നതാണ്. നമ്മൾ സ്റ്റൈൽ കൂടുതലായി നമ്മൾ CSS എന്ന് പറയുന്ന ട്യൂട്ടോറിയൽ പഠിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ടേബിളിനൊരു മെയിൻ ഹെഡിങ് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ HTML വന്നതിന് ശേഷം ഈ ടേബിളിന് താഴെ നമുക്ക് ക്യാപ്ഷൻ എന്ന് പറയുന്നൊരു ടാഗുണ്ട്. ക്യാപ്ഷൻ എന്ന് പറയുന്ന ടാഗിൽ നമുക്ക് സ്റ്റോക്ക് റിപ്പോർട്ട് എന്ന് കൊടുക്കാം. സ്റ്റോക്ക് റിപ്പോർട്ട് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹെഡിങ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഹെഡിങ് ഇതുപോലെ ഈ ക്യാപ്ഷന് നമുക്ക് എന്തെങ്കിലും സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ താഴെ വന്നതിന് ശേഷം നമുക്ക് ക്യാപ്ഷൻ. ശേഷം ഞാനിവിടെ ഫോണ്ട് വെയ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ ഞാനിവിടെ ബോൾഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു. സോ ബോൾഡ് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം സ്റ്റോക്ക് റിപ്പോർട്ട് എന്ന് പറയുന്നത് ബോൾഡായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ടേബിളിൻ്റെ കുറച്ച് മറ്റ് വേരിയൻസും കൂടി പഠിക്കാം. ഇപ്പോൾ ഞാനിവിടെ മറ്റൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നെയിം ജോൺ കോൺടാക്റ്റ് എന്ന് കൊടുത്തു രണ്ടാമത്തെ കോളം. പക്ഷേ അദ്ദേഹത്തിന് 3 ഫോൺ നമ്പർ വ്യത്യസ്ത സെല്ലുകളിൽ ഉണ്ടെന്ന് കരുതുക. സോ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഈ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഈ സെല്ല് 3 താഴെ കൊടുത്ത കോളത്തിലോട്ടും വരണമെന്ന് കരുതുക. സോ അതായത് നമ്മുടെ ഈ സെല്ല് ഇവിടെ നിന്ന് ഈ മൂന്നാമത്തെ കോളം വരെ ഒറ്റ സെല്ലായിരിക്കണം ഈ കോൺടാക്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോൾ സ്പാൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഏത് ഹെഡിങ്ങിൻ്റെ ആണോ നമുക്ക് കോൾ സ്പാൻ കൊടുക്കേണ്ടത്. സോ ഞാനവിടെ വന്നതിന് ശേഷം ഞാനിവിടെ THൽ വരുന്നു. കോൺടാക്റ്റ് എന്ന് പറയുന്ന TH എലമെൻറ്റിൽ വന്നതിന് ശേഷം ഞാനിവിടെ കോൾ സ്പാൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കോളം സ്പാൻ. സോ എനിക്ക് എത്ര സെല്ലിലോട്ടാണ് ഇത് വേണ്ടത്. സോ 1 2 3 3 സെല്ലിലോട്ടാണ് വേണ്ടത്. സോ ഞാൻ 3 എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 സെല്ലിലോട്ട് കറക്റ്റായിട്ട് നമ്മുടെ ടേബിൾ നമ്മുടെ ഈ കോൺടാക്റ്റ് എന്ന് പറയുന്ന സെൽ അഡ്ജസ്റ്റ് ആയി നിൽക്കുന്നു. സോ ഇതിനെയാണ് നമ്മൾ കോളം സ്പാൻ എന്ന് പറയുന്നത്. സോ നമുക്ക് കോൾ സ്പാൻ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ജസ്റ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 കോളത്തിലോട്ട് മാത്രമേ അത് ഇതുപോലെ നിൽക്കുകയുള്ളൂ, സ്പാൻ ചെയ്ത് നിൽക്കുകയുള്ളൂ. സോ 3 കൊടുത്തു കഴിഞ്ഞാൽ 3 കോളത്തിലോട്ടും അത് ഇതുപോലെ സ്പാൻ ചെയ്ത് നിൽക്കുന്നതാണ്. സോ നമ്മൾ മുകളിൽ പഠിച്ച ഒരു എക്സാമ്പിൾ നമ്മുടെ നെയിം ജോൺ അതുപോലെ കോൺടാക്റ്റ് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റിലോട്ടായിരുന്നു പോയിരുന്നത്. സോ ഇനി സപ്പോസ് നമ്മൾ നെയിം ജോൺ റൈറ്റ് സൈഡിൽ നമ്മൾ ഡാറ്റ കൊടുക്കുന്നു. അതുപോലെ ഇവിടെ കോൺടാക്റ്റ് കൊടുത്ത ശേഷം 3 കോൺടാക്റ്റും ഇവിടെ ഈ ഭാഗത്ത് താഴോട്ട് വരുന്നു. ഈ 3 റോയിലോട്ടും നമ്മുടെ ഈ ഒരു കോൺടാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെല്ല് സ്പാൻ ചെയ്ത് നിൽക്കണമെന്ന് കരുതുക. അതിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ നേരത്തെ കോൾ സ്പാൻ പഠിച്ച പോലെ ഇതുപോലെ റോ സ്പാൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഏത് സെല്ലാണ് നിൽക്കേണ്ടത്, കോൺടാക്റ്റ് എന്ന് പറയുന്ന സെല്ലാണ്. സോ ഞാനിവിടെ വന്നതിന് ശേഷം റോ സ്പാൻ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഞാൻ എത്ര സെല്ലിലോട്ടാണ് നമ്മൾ അത് സ്പാൻ ചെയ്ത് നിൽക്കേണ്ടത് 3 എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ നമുക്ക് നെയിം ജോൺ കോൺടാക്റ്റ് അദ്ദേഹത്തിന് 3 ഫോൺ നമ്പേഴ്സ് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. സോ നമ്മളിവിടെ ഈ സ്പാൻ എന്ന് പറയുന്ന 2 കൊടുക്കുകയാണെങ്കിൽ 2 റോയിലോട്ട് മാത്രം അത് സ്പാൻ ചെയ്ത് നിൽക്കുകയുള്ളൂ. സോ നമുക്ക് എത്രയാണ് വേണ്ടത് അത്ര കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള ഒരു സ്പാൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിവിടെ 3 റോസ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമ്മൾ 3 റോ സ്പാൻ 3 കൊടുത്തു. സോ 3 റോയിലോട്ടും നമ്മുടെ കോൺടാക്റ്റ് എന്ന് പറയുന്ന സെല്ല് സ്പാൻ ചെയ്ത് നിന്നു. സോ ഇങ്ങനെ നമുക്ക് കോളം സ്പാനും അതുപോലെ റോ സ്പാനും നമുക്ക് ഈ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.